നീ ചെയ്ത തെറ്റിന് പഴിയേക്കേണ്ടി വന്നത് പ്രിയൻ. നീ ചെയ്ത തെറ്റിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതും ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നതും പ്രിയൻ. ഇവിടെയുള്ള എല്ലാവരെയും നീ ഭംഗിയായി വിഡ്ഢികളാക്കി. ഇത് ചെയ്തവനെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഞാനന്ന് പ്രിയന് നൽകിയ വാക്കാ. രേവതി കാരണം ആ വാക്കെനിക്ക് പാലിക്കാൻ കഴിഞ്ഞു. പ്രിയ, ഇവൻ എന്ത് ശിക്ഷ നൽകണം? പ്രിയം പറയും. ഇവൻ കാരണം ഒരു രാത്രിയും പകലും ലോക്കപ്പിൽ കിടന്നത് ഞാൻ മറക്കാം. പക്ഷേ ജയന്തി, സാവിത്രി ചേച്ചി, ഉഷ ചേച്ചി, സൗസൗ, നിഷ ചേച്ചി, രേവതി ഇവരെല്ലാരും എന്റെ സഹോദരിമാരാ. അയാള് പരമശുദ്ധനാണെന്നല്ലേ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ തന്നെയാ. ഇവരോട് പോക്കിരിത്തരം ചെയ്തവനെ എന്റെ മുന്നിലിട്ട് തരരുത് സർ. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വരില്ല സർ. ലേഡീസിന്റെ പ്രതിനിധിയായിട്ട് മുക്ത മേഡം ഉണ്ടല്ലോ. ഇവൻ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് മുക്ത മേഡം തീരുമാനിക്കട്ടെ. കരുണാകരൻ സർ, ഈ കമ്പനിയിലെ ഓരോ മുക്കിലും മൂലയിലും നിങ്ങളുടെ കണ്ണെത്തുമെന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ? എന്റെ വീഴ്ച ഞാൻ സമ്മതിക്കുന്നു മാഡം. എന്റെ ഭാഗത്തുനിന്ന് നോട്ടക്കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇവന് ഇത്രയും വലിയ തെമ്മാടിയാണെന്ന് ചെറിയൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ഞാൻ ഈ സ്ഥാപനത്തിൽ വെച്ച് ഓർപ്പിക്കില്ലായിരുന്നു. എന്റെ വീഴ്ച ഞാൻ അംഗീകരിക്കുന്നു. വീഴ്ച അംഗീകരിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. രഘു ചെയ്ത മറ്റൊരു തെറ്റ് ഇതിനു മുമ്പ് വെളിച്ചത്ത് വന്നിട്ടുണ്ട്.